സാറേ, നമുക്ക് ഈ സിനിമ പോലെ തന്നെ എന്നും നമ്മളെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് തമിഴ് സിനിമ എന്ന് പറയുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഹരം കൊള്ളിക്കുന്നതാണ് അവിടുത്തെ രാഷ്ട്രീയവും. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വിജയ് സധൈര്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. രജനീകാന്ത് പലതവണ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കുകയും പിന്നീട് അത് രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച് പിന്മാറുകയും ചെയ്ത തമിഴ്നാട്ടിലാണ്, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ്. അവിടെയാണ് വിജയിയുടെ രംഗപ്രവേശം. തിരൈപ്പടത്തിലെ വിജയ് എങ്ങനെയായിരിക്കും അവിടെ വിജയിക്കുക? അല്ല, വിജയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അവിടെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അപജയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ്രാവിഡ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു കൗണ്ടർ നെഗറ്റീവായി. ഇത് തുടങ്ങുന്നത് ക്രിസ്ത്യൻ മിഷണറിയില്ല, കാർവെലിനെ പോലെയുള്ള ആളുകൾ. അതിന്റെ പിന്നെ അവർക്കൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു, അത് വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നു. അങ്ങനെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഡിഫറൻ്റ് ആണ്, കോൺഗ്രസിൽ നിന്ന് ഡിഫറൻ്റ് ആണ് സൗത്ത് ഇന്ത്യയുടെ സംസ്കാരം എന്ന രീതിയിലുള്ള തീരൊക്കെ കൊണ്ടുവന്നത് അവരാണ്. അങ്ങനെ അതിന്റെ മുമ്പാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ഡിഫറൻ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? ഈ മറാഠക്കാർ തന്നെ ഓരോ പ്രദേശത്ത് ഗേക്വാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അടികൂടിക്കൊണ്ടിരുന്നത്. ഒരേ മറാഠക്കാർ, ഒരേ ആളുകളാണ് ഈ അടികൂടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ തമിഴ്നാട് അങ്ങനെ തന്നെ. നമ്മളെ പഴയ ഈ പറയുന്ന രീതിയിൽ പുരാണങ്ങളൊക്കെ എടുത്തു വെക്കുകയില്ല, പഞ്ചഗൗഡ പഞ്ചദ്രാവിഡ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിനെ പിടിച്ചിട്ട് ആ ദ്രാവിഡ എന്നുള്ളതിൽ പിടിച്ചിട്ട് ഇന്ന് രീതി കാണുന്ന ഒരു ഉത്തരേന്ത്യക്കാരനെ ശത്രുവാക്കി കാണുന്ന ഒരു മനോഭാവത്തിലേക്ക് പോയിട്ടുള്ളത് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസും അതിനുശേഷം അവരുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയും ഇത് രണ്ടും കൂടിയിട്ടാണ്. ക്രിസ്ത്യൻ മിഷണറീസ് അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ആദ്യത്തെ അവരുടെ ആധുനികമായിട്ടുള്ള എന്താ പറയുക ഈ വ്യാകരണ ഗ്രന്ഥം ഇതൊക്കെ ഇവരാണ് മിഷണറീസ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ തന്നെയാണ്, ഗുണ്ടട്ടക്കാണല്ലോ കൊണ്ടുവന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സ്പേസ് അവർ ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉത്തരേന്ത്യക്കെതിരെ നിലനിർത്തുക എന്നുള്ളത്. പിന്നെ തമിഴ്നാട്ടിൽ ശക്തമായ രാജവംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് എളുപ്പവുമായിരുന്നു. കേരളത്തിൽ അങ്ങനെ ശക്തമായ രാജവംശം ഒന്നും ഇല്ലായിരുന്നില്ല ആർക്കെതിരെ നിർത്തുക. തമിഴ്നാട്ടിൽ ശക്തമായ ചോളന്മാര്, ചേരന്മാര് നമ്മുടെ നാടാണ്, പാണ്ഡ്യന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവസാന നിമിഷം വരെ സ്ട്രോങ് ആയിരുന്നുകൊണ്ടും അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കൺവീനിയന്റ് ആയിരുന്നു അവർക്ക് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടുപോകാറുണ്ട്. അത് പിന്നെ പിൽക്കാലഘട്ടത്തിൽ ഈ പറയുന്ന പെരിയാറൊക്കെ ഏറ്റെടുക്കുന്നു, പെരിയാറിന്റെ ജസ്റ്റിസ് പാർട്ടി വരുന്നു, അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് വരുന്നു. പിന്നെ കോൺഗ്രസിന്റെ നല്ല പങ്ക് നേതാക്കന്മാരും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളും അതല്ല തമിഴ്നാട്ടിൽ തന്നെ തമിഴ് ബ്രാഹ്മണരാകുന്നു. തമിഴ് ബ്രാഹ്മണർ ഒരു സാൻസ്ക്രിറ്റൈസ്ഡ് ആണ്. ഇപ്പൊ ഹിന്ദു പത്രം എന്റെ തമിഴ് ബ്രാഹ്മണരാണ്, പക്ഷെ അവര് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ബ്രാഹ്മണ കമ്മ്യൂണിറ്റി ആയിരിക്കും. EMS കൊണ്ട് പറഞ്ഞ പോലെ കേരളത്തിലെ ബ്രാഹ്മണത്തിന് ഏറ്റവും വലിയ പണി കൊടുത്ത് EMS ആണെന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ അവരെ അവർ നോർത്ത് ഇന്ത്യ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് അത് വളർന്നു വരുന്നു. അതിന് പിന്നെ കോൺഗ്രസിൽ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതിന് സപ്പോർട്ട് നൽകുന്നു. പിന്നെ ആ മൂവ്മെന്റ് ഗുണമെന്ന് വെച്ചാൽ അതൊരു കൾച്ചറൽ ഐഡന്റിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുറച്ചൊക്കെ എന്താ പറയാ ഈ പറയുന്ന പോലെ ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിരുന്നു വലിയ ഒരു പങ്ക് വരാനും മൂവ്മെന്റ്. കോൺഗ്രസിന്റെ അഴിമതി ശക്തമായി വന്നു തുടങ്ങിയ സമയത്ത് ഈ ആദർശാത്മകമായ ഒരു പൊളിറ്റിക്സ് ആണ് അവർ മുന്നോട്ട് വെച്ചത്. ഇപ്പം അണ്ണാദുരൈ ആണെങ്കിലും പെരിയോറാണെങ്കിലും പെരിയോറിന് അണ്ണാദുരയാവുന്നു, കരുണാനിധിയിലേക്ക് വരുന്നു, കരുണാനിധി സ്റ്റാലിനിലേക്ക് വരുന്നു. അതിന്റെ ഇടയ്ക്ക് വേറൊരു സ്ട്രീമായിട്ട് MGR തെറ്റിപ്പോകും. ഇതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അപ്പൊ അന്നൊക്കെ പെരിയാറിന്റെ സമയത്താണ് അത് ആദർശാത്മകമായി. പെരിയാർ യുദ്ധത്തിന് ഭ്രാന്തനായ ആദർശവാദിയായിരുന്നു, വളരെ റൊമാൻറ്റിക് ആയിരുന്നു. അതുകൊണ്ടാണ് അണ്ണാദുരൈ അദ്ദേഹത്തിന് മാറിയത്. പെരിയാർ ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിരുന്നു. അണ്ണാദുരൈ പക്ഷെ അതല്ല, ദേശീയതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോയത്. അതുകൊണ്ടാണ് ഇന്ത്യൻ സിസ്റ്റത്തിന്റെ ഭാഗമായി എന്നുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എത്തുന്ന സമയത്ത് കരുണാനിധിയിലേക്ക് എത്തുമ്പോൾ അതെന്താവുന്നു വെച്ചാല് ഇന്ത്യൻ ദേശീയതയ്ക്ക് എതിരല്ലെന്ന് മാത്രമല്ല BJP പോലുള്ള സവർണ പാർട്ടികളെ, ഉത്തരേന്ത്യൻ പാർട്ടികളെ, അന്ന് സവർണ ഉത്തരേന്ത്യൻ പാർട്ടി എന്നാണ് അന്ന് ഒരു RSSന് ഒറ്റ സത്സംഗ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഒന്നില്ല, എല്ലാം ഒന്നീ മറാഠ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടുള്ള ആളുകളാണ്. അതിനുശേഷമാണ് സുദർശൻജി വരുന്നത്, സൗത്ത് ഇന്ത്യക്കാരൻ, തമിഴ്നാട്ടുകാരൻ വരുന്നുണ്ടാവും. അപ്പം അവരുമായിട്ട് കൂടി സഖ്യം ഉണ്ടാക്കുന്നു. അതായത് ഒരു കോൺഗ്രസ് ഭയങ്കര ഡൈല്യൂട്ട് ചെയ്യുന്നു. അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു, MGR സ്വന്തം പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസുമായിട്ട് അദ്ദേഹം സഖ്യത്തിലാവുന്നു. അദ്ദേഹം ലോക്സഭയിൽ സീറ്റുകൾ കോൺഗ്രസിന് ഏൽപ്പിക്കും, നിയമസഭയിൽ അദ്ദേഹത്തിന് സീറ്റുകൾ കിട്ടുന്നു. അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് മരണം വരെ അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത്. ജയലളിത ഒരു ബേസിക്കലി ബ്രാഹ്മണ ആയതുകൊണ്ട് തന്നെ അവർ ഈ രീതിയിൽ തന്നെയാണ് അവരും മുന്നോട്ട്. പിന്നെ അവർക്ക് കാഞ്ചി മഠാധിപതിയോടെ ഒക്കെ പേഴ്സണലി ചില ഗ്രഡ്ജ് ഉണ്ടായിരുന്നു, ആ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന ആളായിരുന്നു. അതല്ലാതെ അവർ ആ ബ്രാഹ്മണ ലൈനിൽ തന്നെയാണ് അവർ മുന്നോട്ട്. അവർ പക്ഷേ അതേസമയം ദ്രാവിഡിയൻ ഐഡന്റിറ്റിക്ക് അവർ ഊന്നൽ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ഓരോ ഘട്ടം നമ്മൾ നടക്കുന്നത് പെരിയാറിന്റെ ദേശവിരുദ്ധയിൽ നിന്ന് അണ്ണാദുരൈയുടെ ദേശീയതയിലേക്ക്, അതിന്റെ കുറച്ചും ഡൈല്യൂട്ടഡ് ഫോം ആയിട്ടുള്ള BJP ഒരു സഖ്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആര് വരുന്നു, ഈ പിന്നെ കരുണാനിധി വരുന്നു. അതേ രീതിയിൽ തന്നെ MGR പോകുന്നു.
ഈ കരുണാനിധിയുടെ ഒരു അവസാന കാലഘട്ടമായപ്പോഴും MGRന്റെ എന്ന് കഴിഞ്ഞ് ജയലളിതയുടെ കയ്യിൽ എത്തുമ്പോഴേക്കും ഈ രണ്ട് പാർട്ടികൾ ആദർശം പതുക്കെ ഒരു വഹിക്കാവും ഒഴിവാക്കി ആദർശം അങ്ങ് ഒഴിവാക്കി കുടുംബ പാർട്ടിയായി മാറി. കുടുംബങ്ങൾക്ക് ഈ പാർട്ടിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങൾക്ക് സ്വത്തുണ്ട്. അപ്പൊ ദയാനിധി മാധവൻ മുരശലിമാരുടെ മോനാണല്ലോ, കേന്ദ്രമന്ത്രി. ഇവർ ആര് ഭരിച്ചാലും ഇടതും വലതും നിന്ന് ഇവർ ഈ പറയുന്ന പോലെ മന്ത്രിമാരോ കണ്ടിന്യൂസ് ടി ആർ ബാലു എന്നിട്ട് ഈ സകല വികസനവും തമിഴ് മാത്രം അറിയാവുന്ന അഴഗരി ഒരു മന്ത്രിയായിരുന്നു. അഴഗരി ഒരു മന്ത്രിയാവുന്നു. എന്നിട്ട് ഇവർ കണ്ടിന്യൂസ് ആയി നിന്നുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും നല്ല പങ്ക് തമിഴ്നാട്ടിൽ കൊണ്ടുവരിക. അപ്പൊ ജനങ്ങൾ അവിടെ ഹാപ്പി ആയിരിക്കും. അവിടെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ് വരുന്നു, തൊഴിൽ കിട്ടുന്നു. നമുക്കറിയാലോ ഭയങ്കരമായിട്ട് പിന്നെ തൊഴിൽ പ്രശ്നങ്ങളും ഇല്ല അവിടെ വലിയ രീതിയിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് 10 വയസ്സ് കിട്ടുമ്പോൾ ഈ കരുണാനിധിയുടെ കുടുംബമൊക്കെ ഉണ്ടാകുന്നത് 100 കോടിയാണ്. 2G സ്പെക്ട്രം അവർ കണ്ടുപിടിച്ചതാണ്. സത്യത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ അഴിമതി ഇന്ത്യയിൽ ജനകീയമാക്കിയത് ഈ പറഞ്ഞ DMK AIADMK കൂടിയാണ്. അങ്ങനെ വന്ന സമയത്താണ്. പക്ഷെ അതേസമയം തന്നെ വേണ്ടി ഉത്തരേന്ത്യൻ ബിരുദം ഇടക്കിടക്ക് പറയുകയും ചെയ്യും. ഇതൊക്കെ ആണെങ്കിൽ പോലും നിലനിൽപ്പിന് വേണ്ടി ഉത്തരേന്ത്യൻ ബിരുദത പറയുകയും ചെയ്യും. ഇവർ കിട്ടിയ ഏറ്റവും വലിയ അടി രാജീവ് ഗാന്ധിയുടെ പദമാണ്. കാരണം രാജീവ് ഗാന്ധി തമിഴ്നാട് കളിച്ച് കൊല ചെയ്യപ്പെട്ടതോടുകൂടി ഇന്ത്യ അതിവിരുദ്ധമായിട്ട് ശ്രീലങ്കയ്ക്കെതിരാവുകയും ഇവർക്ക് ആ നിലപാട് ശ്രീലങ്ക തീവ്രവാദികൾക്ക് എതിരാവുകയും ഇവർക്ക് ആ നിലപാട് തള്ളിക്കളയേണ്ടി വരികയും ചെയ്തു. മാത്രമല്ല അതിനുശേഷം വന്ന ഒരു തലമുറ സംബന്ധിച്ച് ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് തോന്നുന്നു. ഇവർ തന്നെയാണ് കാണുന്നത് ഈ ഗതിയില്ലാത്ത മരശ്ശേരിമാരുടെ മക്കൾ വലിയ സൺ TV ചാനൽ തുടങ്ങുന്നു, വലിയ സിനിമാ വ്യവസായത്തെ അവർ നയിക്കുന്നു. സകല പിന്നെ ഇതിൽ അഴിമതി കുറ്റകൃത്യങ്ങളുണ്ടായി. ജയലളിത ആണെങ്കിൽ ഒരു വീട് കണ്ടാൽ അത് ജയലളിതന്റെ മണ്ണാർക്കുടി മാഫിയ പോയിട്ട് വിലക്കെടുക്കുന്ന ഒരവസ്ഥ വരുന്നു. അപ്പൊ ഈ ജനറേഷന് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടായിരുന്നു. ഈ ഡിസ്കണ്ടന്റ് ദേശീയവാദികളായിട്ടുള്ള ഒരു നവദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഞാനന്ന് ഒരു 10 വർഷം മുമ്പ് ചാനലുകളൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് ഇത്തരം പിള്ളേരെ ജേർണി എന്ന് അറിയാം. അവർ ദേശീയവാദികളാണ്, എന്നാൽ ദ്രവീഡിയൻ കൂടിയാണ്. നവ ദ്രവീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവരുടെ ഒരു ഓൾട്ടർനേറ്റീവ് ജയലളിതയ്ക്ക് ശേഷം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. അതിനിടയ്ക്ക് ജയലളിതയുടെ കാര്യം പറഞ്ഞ ഈ അഴിമതിയൊക്കെ ഉണ്ടെങ്കിൽ ജയലളിത രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയപ്പോൾ ജയലളിതയ്ക്ക് മനസ്സിലായി ഇത് ശരിയല്ല. അവർ വളരെ ജെന്യൂൻ ഇൻട്രസ്റ്റ് ജനങ്ങളുടെ കാര്യത്തിൽ കാണിക്കുകയും അമ്മ ഹോട്ടലുകൾ തുടങ്ങി അവരെ ഭയങ്കര ഐക്കണായി മാറുകയും ചെയ്തു. പിന്നെ മണ്ണാർക്കുടി മാഫിയ അവരെ മറ്റേ കേസ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ അവരുടെ മരണത്തിലേക്ക് എത്തിയവരെ അതാണ്. പക്ഷെ ജയലളിതയ്ക്ക് ശേഷം വലിയൊരു വാക്കും വന്നു. ഈ പറഞ്ഞ പളനിസ്വാമിക്കും അതുപോലെ തന്നെ OPSനും ഒന്നും തന്നെ ഈ ഒരു രീതിയിൽ പനീർശെൽവത്തിനൊന്നും ആ രീതിയിൽ ജനകീയരാകാൻ പറ്റിയില്ല. അവിടെയാണ് എനിക്ക് തോന്നി അവിടെ ആം ആദ്മി പാർട്ടിക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്ന്. പക്ഷെ അവർക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ടാവുന്നില്ല. അവിടെയാണ് രജനീകാന്ത് പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോകുന്നത്. രജനീകാന്തിന്റെ 2 പ്രശ്നം വെച്ചാൽ ഒന്ന്, മൂപ്പർക്ക് ബേസിക്കലി ആ ധൈര്യമില്ല, സിനിമയെ കാണുന്ന ധൈര്യമുള്ളൂ. 2, മൂപ്പർക്ക് അസുഖമുണ്ട്, ആരോഗ്യ പ്രശ്നം. അതൊരു രണ്ടാമത്തെ ഘട്ടത്തിൽ ഇറങ്ങാൻ, ഒന്നാമത്തെ ഘട്ടത്തിൽ മൂപ്പരെ കോൺഫിഡൻസിന് അത് ബാധിക്കും, കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഘട്ടത്തിൽ മൂപ്പരെ പ്രശ്നം എന്ന് വെച്ചാൽ ആരോഗ്യം. പ്രഗ്നൻസീസ് ആക്കാൻ മറ്റത് മരിക്കാൻ കാരണം ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ്സുകാരുടെ കൂടെ പോയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങാതിരുന്നത്. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് ഒരു ദേശീയവാദത്തിൽ അധിഷ്ഠിതം BJP ലൈനിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അതായത് ഒരു മറാഠി കൂടിയാണത്. അദ്ദേഹത്തിന്റെ ലൈനും അത് തന്നെയാണ്. അപ്പൊ അത് ആ രീതിയിൽ പെട്ടെന്ന് ക്ലച്ച് പിടിക്കുന്ന പൊളിറ്റിക്സ് അല്ല അവിടെ. അപ്പം അദ്ദേഹം പറഞ്ഞു. പക്ഷെ വിജയുടെ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഇവരുടെ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിൽ അഴിമതിക്കെതിരാണ്. അതേസമയം തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പം വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആന്റി BJP സാധനം വളരെ കൃത്യമായിട്ടുണ്ട്. ആന്റി നാഷണൽ ആണെന്ന് ചോദിച്ചാൽ അല്ല. വിജയന്റെ സിനിമയിലൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താ സുഖോയ് വിമാനം തട്ടിക്കൊണ്ടുപോയി മറ്റേ തീവ്രവാദിയെ ലൈവായി പിടിച്ചുകൊണ്ടുവരുന്ന അങ്ങനെ ഉടായ്പ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് രാജ്യത്തിനെതിരാന്ന് വെച്ചാൽ BJPക്കെതിരാണ്. അപ്പൊ BJP RSSനെ ഇന്ത്യയിലെ നമ്പർ 1 ശക്തി ചെലുത്താനായി കാണാം. അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ദേശീയവാദിയായ ദ്രാവിഡ നായകൻ എന്നുള്ള രീതിയിലാണ് വിജയ് വരുന്നത്. എൻട്രി. അപ്പൊ അവിടെ ഈ അണ്ണാ DMKയുടെ ഒരു പൊളിറ്റിക്കൽ വാക്കത്തിലേക്ക് വിജയ്ക്ക് പതുക്കെ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വിജയ്ക്ക് ഒരു 10% വോട്ട് ഉണ്ട് അവിടെ. അപ്പോൾ അടുത്തൊരു ഇലക്ഷനൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ ആ പൊളിറ്റിക്കൽ വാക്കത്തിൽ വിജയ്ക്ക് വരാൻ പറ്റും. പിന്നെ വിജയ് ഈ പറയുന്ന പോലെ ആദ്യത്തെ 10 വർഷമൊന്നും കറപ്ഷൻ വിജയിയുടെ പാർട്ടിയെ ബാധിക്കാൻ സാധ്യതയില്ല. അപ്പൊ ആ സമയത്ത് പിന്നെ ഈ പറഞ്ഞ DMKന്ന് കുറച്ച് ആളുകളൊക്കെ പോകും, യുവാക്കൾ പോകും. ഇതിനൊക്കെ വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാള് സ്റ്റാലിൻ മോനെ കൊണ്ട് മറ്റേ സദാനന്ദ ധർമ്മത്തിനെതിരെ ഞങ്ങളെക്കാട്ടും വലിയ BJP വിരുദ്ധനാണ് നമ്മളെന്ന് പറഞ്ഞു. പക്ഷെ അത് തിരിച്ചടിച്ചു, മറ്റു പല സ്ഥലങ്ങളും തിരിച്ചടിച്ചു. അവിടെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ തിരിച്ചടിച്ചു. എന്ത് പറ്റിയ RSS ഇല്ലാതായി BJPക്ക് അടി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ എണ്ണം കേരളത്തിലും അവിടെയൊക്കെ എന്നുവെച്ചാൽ മുസ്ലിംസിന്റെ ഒരു വിഭാഗവും ക്രിസ്ത്യൻസിൽ ഈ പറഞ്ഞ ഈ കൺവേർഷൻ ഓറിയന്റഡ് ആയിരുന്ന മാഫിയയും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെ ഇടയിൽ പോലും തന്നെ വലിയ രീതിയിലുള്ള എന്തിനാണ് സനാതന ധർമ്മത്തെ അങ്ങനെ പറയുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നുള്ളത്. കാരണം അതൊരു വിശ്വാസമാണ്. ഇവര് ഈ രീതിയിൽ നാളെ ഞങ്ങളെ പറ്റി പറയില്ലേ എന്നാണ് അവർ ചിന്തിക്കുക. പക്ഷെ ഈ മാഫിയ അപ്പൊ കൺവേർഷൻ മാഫിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ സംഭവം അവരാഘോഷിക്കുന്നതല്ലാതെ അതിന് വലിയ ഇമ്പോർട്ടൻസ് കിട്ടില്ല.
അവിടെ വിജയ് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. വിജയ് BJP ആക്രമിക്കുന്നുണ്ട്, നരേന്ദ്രമോദി ആക്രമിക്കുന്നുണ്ട്. പക്ഷെ വിജയ് ഈ പറയുന്ന സനാതനധർമ്മ ഹിന്ദുയിസത്തിനെതിരെ അങ്ങനെ പറയുന്നത്, ജാതിക്കെതിരെ പറയുന്നുണ്ട്. ജാതിക്കെതിരെ പറയുന്നത് വിചാരിച്ചിട്ട് സനാതനധർമ്മത്തിനെതിരെ പറയുന്നില്ല. അത് വിജയ് പിന്നെ ഇദ്ദേഹത്തിന് വിജയിന്റെ അച്ഛൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അവരുടെ ടീമായിരുന്നു, ഇളയരാജ മുമ്പൊരു അച്ഛൻ, ഇവരൊക്കെ ടീമായിരുന്നു. അപ്പൊ ഒരു അച്ഛനാണ് ഇതിന്റെ കൺട്രോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയ് ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അച്ഛൻ അതല്ല, ഇന്റലക്ച്വലി സ്ട്രോങ് ആണ്. അയാൾ ആദ്യകാലത്ത് സിനിമകളൊക്കെ എടുത്ത് സ്ത്രീകളുടെ ഉന്നമനം, റഹ്മാനായിരുന്നു ഒരു സിനിമകളുടെ സ്ഥിരം നായകൻ. മൂപ്പര പല കൊല്ലത്തൊക്കെ ഉണ്ട് മൂപ്പര പണ്ടത്തെ സുഹൃത്തുക്കള്. അപ്പം വിജയുടെ ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, എന്നാൽ ദേശീയതക്കെതിരെ നിൽക്കാത്ത ഒരു ആന്റി BJP പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വെക്കുന്നത്. അതൊരു നവ ദ്രവീഡിയൻ വാദം കൂടിയാണ്. പക്ഷെ ആന്റി നാഷണൽ അല്ല. അതുകൊണ്ട് വിജയ്ക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവുകയും അതേസമയം തന്നെ കുറച്ച് ഹിന്ദുത്വ സ്പേസ് അണ്ണാമലയുടെ അണ്ടറിൽ ഇപ്പൊ ശക്തിപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇവര് രണ്ടുപേരും ആവാൻ സാധ്യതയുണ്ട് പതുക്കെ ഭാവിയിലെ തമിഴ് പൊളിറ്റിക്സിന്റെ ഒരു മുഖം എന്നുള്ളത്. പക്ഷെ ഈ ദ്രവീഡിയൻ പാർട്ടികൾ ഈ രീതിയിൽ പോയ, അതായത് എസ്പെഷ്യലി DMK ഈ രീതിയിൽ പോയ കാര്യമല്ല, കാലത്തിന്റെ ചുവരേത്ത് മനസ്സിലാക്കി ഉഡായ്പകൾ മാറ്റി നിർത്തിക്കൊണ്ട് സെൻസിബിൾ ഇനി പ്രസക്തി ഉണ്ടോ? DMK പ്രസക്തി ഏതാണ്ട് കഴിഞ്ഞു. ഈ DMKക്കാണ് പ്രസക്തി ഉള്ളത്. കേടോ സ്വഭാവം ഉണ്ടാ പാർട്ടി. പക്ഷെ അതിനെന്ത് ചെയ്യണോ അറിയോ? മറ്റേ സിനിമ ഉണ്ടത്, പിന്നെ ഉദയനിധി നമ്മള് ഫഹദ് ഫാസിലും കൂടി അഭിനയിച്ച സിനിമ അല്ലേ, അതില് ഉള്ള മുഖ്യമന്ത്രി ഉണ്ട് ലാല്. അതേപോലെ സ്വന്തം മോനെ പിടിച്ച് മുഖ്യമന്ത്രിയാ, കൊച്ചുമോനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാന്നുള്ള നെഹ്റു കുടുംബത്തിന്റെ പരിപാടി മാറ്റി നിർത്തിയിട്ട് കൊള്ളാന്ന് DMKക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് മുഖ്യമന്ത്രിയൊക്കെ ആക്കി ഒരു എന്താ പറയാ, സ്വയം പുനർനിർവചനമൊക്കെ നടത്തി വന്നാല്, റീവാമ്പ് ചെയ്ത് വന്നാല്, റീഡിഫൈൻ ചെയ്ത് വന്നാല് DMK നിൽക്കും. അല്ലാതെ ഈ കരുണാനിധിയുടെ കുടുംബത്തിലിരിക്കുന്നവരെല്ലാവരും മന്ത്രിയാവാനും ബാക്കി പാവപ്പെട്ട കുടുംബത്തിലേക്ക് DMKക്കാരനല്ല ഇവർക്ക് വേണ്ടി അടിപൊളി ജയിലിൽ പോകാനുള്ള ഗുണ്ടകളാവാൻ, ഈ വെളുത്ത സുമോ കാറിൽ വെള്ളം കൊണ്ട് ഷർട്ടിട്ട് ഗുണ്ടകളാകാൻ ഉള്ളവരാണ് എന്നുള്ള ഫീല് വന്നു കഴിഞ്ഞാൽ ആളുകൾ വിജയിന്റെ കൂടെ പോകും, ആളുകൾ അണ്ണാമലേന്റെ കൂടെ പോകും. അപ്പൊ അവസാനമായിട്ട് ചോദിക്കുമ്പോൾ വിജയ് രാഷ്ട്രീയത്തിൽ വിജയിക്കുമോ? കമലഹാസൻ പരാജയപ്പെട്ടു, ശിവാജി ഗണേശൻ പരാജയപ്പെട്ടു പോയി. അവിടെ ഒരു പ്രശ്നം, വിജയന്റെ അച്ഛൻ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. പിന്നെ ഒരു വിഷനുണ്ട്. പിന്നെ കമലഹാസനൊക്കെ വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്ന് അങ്ങനെ രാഷ്ട്രീയത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഈ സീതാമ യേശുരിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് തുള്ളി കളിക്കുന്നേ. ഇയാൾക്കതല്ല, വിജയ്ക്ക് അച്ഛനെ കണ്ടു പഠിച്ചൊരു ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണം. പിന്നെ ഇമോഷണലി വിജയ് വളരെ സ്ട്രോങ് ആണ്. ഒരു കേസിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജെന്യൂൻ കമ്മിറ്റ്മെന്റ് ഉണ്ട്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആളാണ് വിജയ്. പിന്നെ ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ഗ്യാപ്പും ഉണ്ട്. കമലഹാസൻ ഒരിക്കലും മാസ് ലീഡർ ആയിരുന്നു, മാസ് സ്റ്റാർ ആയിരുന്നില്ല. മാസ് സ്റ്റാർ രജനീകാന്ത് ആയിരുന്നു. വിജയ് മാസ് ആക്ഷൻ ഹീറോ ആണ്. അതെ. അപ്പോൾ ഇനി വരുന്ന തമിഴ് രാഷ്ട്രീയം വിജയുടെ വിജയഗാഥ വേറെ വിജയ് അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വിജയിന്റെ ഫാൻസ് ക്ലബ് ഇല്ലേ, അവരിവിടെ രാഷ്ട്രീയ പാർട്ടിയുമാവും. LDF ഒക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് കേരളത്തിലും ആ മാറ്റം ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.